അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാക്കട്ടി വിട്ട പോലെ ഓണം. നിന്റെ മേലൊക്കെ വെള്ളമുണ്ട്. ഇത്ര ഓട്ടം വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയാണ് തന്നെ പറയണം. ആ വീഡിയോ എന്റെ അപ്പം കടന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ പിന്നെയും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയാണ്ട്, നമുക്ക് 100-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. 2 മാസം കൊണ്ടാണ് ഇപ്പൊ നമുക്ക് 100-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചിലരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാതെ വീഡിയോ മാത്രം കണ്ട്, അപ്പൊ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണോ ഇഷ്ടം അതൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ആ തരത്തിലുള്ള വീഡിയോസ് കൂടുതലായിട്ടും ചെയ്യും. പിന്നെ ഞങ്ങൾ കുറെ ചലഞ്ചസ് വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ചലഞ്ച് എന്താന്ന് നോക്കാം. ഇന്നത്തെ ചലഞ്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന ചലഞ്ചിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. കാരണം പറയുന്നത്, സാധാരണ നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടാണ് ചെയ്യുമെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ചലഞ്ച് ചെയ്യുന്നത്. ഇനി ചലഞ്ച് എന്താന്ന് വെച്ചാല്, നമ്മളൊരു ബക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, വെള്ളം വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് മാറ്റി ഒരു ബോട്ടിലും വെച്ചിട്ടുണ്ടാവും, ചെറിയ ബോട്ടില്. അപ്പൊ നമ്മള് ആ ബക്കറ്റിൽ നിന്ന് വെള്ളം കയ്യിൽ കോരിയിട്ട് എന്ത് ചെയ്യുക, ബോട്ടിൽ ഫില്ല് ചെയ്യുക. 2 മിനിറ്റ് ആണ് നമുക്ക് സമയമുള്ളത്. മാക്സിമം വെള്ളം നമ്മൾ നിറയ്ക്കുക. ആരാണോ കൂടുതൽ വെള്ളം നിറയ്ക്കുന്നത് ഓരാണ് ഈ ചലഞ്ചിലെയും വിന്നറ്. അപ്പൊ നമ്മൾ എല്ലാ ചലഞ്ചിലെയും പോയ അയാൾക്ക് എന്ത് ചെയ്യും, ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നേരെ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഗൈസ്, ആരാണ് ആദ്യം നമുക്ക് നോക്കാം വെള്ളം നിറയ്ക്കാൻ. അതിനുവേണ്ടി നമ്മൾ ഇവിടെ റോക്ക് പേപ്പറാണ് കളിക്കാൻ പോണത്. അപ്പൊ വരൂ. റോക്ക് പേപ്പർ പെൻസിൽ സീസർ. റോക്ക് പേപ്പർ പെൻസിൽ സീസർ. അപ്പൊ വാവയാണ് ഗൈസ് ആദ്യം കളിക്കാനുള്ളത്. നമ്മൾ ടൈമർ ഓൺ ആക്കാൻ പോണേ. 3, 2, 1 സ്റ്റാർട്ട്. പാവക്കുട്ട നിറയ്ക്കുകയാണ് ഗൈസ്. ഓ ഇടി കൊണ്ട് നിറയ്ക്കണ്ടേ. വേണം നിറച്ചാ. 52 എനിക്ക് അധികം നേരില്ല. എടി വെള്ളം പകുതി മുക്കാലിത് പുറത്തേക്കാണ് കളയുന്നത്. ഇന്റെ നേരത്താക്കല്ലേ. പാവക്കൂടെ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് നിറച്ച് കണ്ടിരിക്കുന്നത്. എടി പകുതി മുക്കാല് വെള്ളം ഇത് പുറത്താണ്. കുട്ടി വെള്ളമാക്കുന്നുണ്ട്. 54 53 52 51 അവാർഡ് സിനിമയ്ക്ക് പോകോടോ. 54 33 കുറച്ച് പണിയുണ്ട് ഗൈസ്. കാണുന്ന പോലെയല്ല, കുഞ്ഞു കുപ്പീന്റെ മൂടി കൊണ്ടിട്ട് അതിന്റെ ഉള്ളിൽ അല്ലടി അകത്തോ അകത്തേക്ക് പോണി. അതിന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. വാവത ബോട്ടിന്റെ പാവ ഇത്ര വെള്ളമാണ് നിറച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത ആര് ഞങ്ങൾ രണ്ടാളേൽ ആരാണെന്നുള്ളത് റോക്ക് പേപ്പർ ചോദിക്കാം. റോക്ക് പേപ്പർ പെൻസിൽ സീസർ. റോക്ക് പേപ്പർ പെൻസിൽ സീസർ. അപ്പൊ ഓളാണ് അടുത്തത്. ഗൈസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ. നമുക്ക് ടൈമർ കൗണ്ട് 3, 2, 1 ഗോ. ഗൈസ് ഓൾ നിറയ്ക്കാൻ തുടങ്ങി. ഗൈസ് അങ്ങനെ 1:30 കഴിഞ്ഞു. 1:15 ഗൈസ് ഈ കൂടി കഷ്ടപ്പെട്ട് നിറയ്ക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ല. പ്രോത്സാഹിപ്പിക്കുക. എന്റെ പ്രോത്സാഹനം കേട്ടോളങ്ങളുള്ള കളി പോവടി. ഗൈസ് കാൽഭാഗങ്ങളായിട്ടുണ്ട്. 54 53 52. അപ്പൊ ഗൈസ് കുഞ്ഞേച്ചി വളരെ ആവേശത്തോടെയാണ് ചെയ്യുന്നത്. 2, 1 കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീകുട്ടി നിറച്ചത് ഇത്രയാണ് കാണിച്ചു കൊടുത്തത്. ഇവിടെ കുട്ടനാണ് ഇപ്പൊ ഇവിടെ ലീഡ് ചെയ്യണത്. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാനാണ് കളിക്കാനുള്ളത്. നമുക്ക് നോക്കാം.
അപ്പൊ ഗൈസ് നമ്മുടെ ചേച്ചി വളരെ ആവേശത്തോടെയാണ് ചെയ്യുന്നത്. ഉഗ്രൻ ഓട്ടമാണ് ഗൈസ്. എന്തൊരു ഓട്ടം, ആവേശകരമായ ഓട്ടം. ഗൈസ് അപ്പൊ 47 സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി എന്നെ തോപ്പിക്കുന്നു ഗൈസ്. ഓ ചേച്ചി വിന്നറാകുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ചേച്ചി ഇന്ന് ജയിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ചേച്ചി ചേച്ചിക്ക് വിന്നർ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളത്. ഇത് ശ്രീകുട്ടി നിറച്ചാണ് ഈ ഒരു 2 കളി. ഈ 4 കളികൾ ബാബു നിറച്ചതാണ്, ബാബുക്കുട്ടി നിറച്ചത്, മറ്റേ ശ്രീകുട്ടി കുട്ട അയ്യോ ശ്രീകുട്ടി പിന്നെ ഈ ഒരു ഇത് ഞാനാണ് നിറച്ചത്. ഞാനാണ് ഗൈസ് വിന്നർ. പക്ഷെ എനിക്ക് ഇത്രയും വെള്ളം എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് വരെ അല്ലെങ്കിൽ മാവയാവും നമ്മളെ വിന്നറായിട്ട് വരിക. അപ്പൊ നമ്മള് കുറെ മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ കൈ വലുതാണ്, കുറെ വെള്ളം മാച്ചാണ്. ചേച്ചി വളരെ ഓടി, ചേച്ചി പതുക്കെ നിന്നു. അല്ല പതുക്കെ ഓടി. ഞാനാണെങ്കി ഫസ്റ്റ് ഓടി, പിന്നെ പതുക്കെ പോയി. അപ്പൊ ഗൈസ് നമുക്ക് വിന്നറിനുള്ള സമ്മാനം കൊടുക്കാനാണ്. സമ്മാനദാന ചടങ്ങാണ്. ഇനി ഈറ്റ് വാങ്ങുക. അപ്പൊ ഗൈസ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ വീഡിയോസും ചലഞ്ചസും അതേപോലെ തന്നെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണോ, ഒക്കെ നിങ്ങൾ കണ്ട് ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ.